ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാൻ നമ്മുടെ ധന്നു എൻ്റർടൈൻമെൻറ്റ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഇന്ന് കണ്ട ചെട്ടിനാട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കുറേ ദിവസമായി ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പം നല്ല ബ്രൗണിഷായി വരട്ടെന്ന് എഴുതി ഒറ്റയ്ക്കുള്ള വീഡിയോ എടുപ്പൊക്കെ ആടെ. അതുകൊണ്ട് അരിയുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മൾ ഇട്ട് ഒന്ന് ഇതിനകത്തിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ച വാസന ഒന്ന് മാറണം. ഇനി ലേശം വെള്ളം ഒന്ന് ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് മസാല ഒരു പരുവത്തിൽ ഇങ്ങനെ ആയി വരും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് വേകട്ടെ. അതൊക്കെ നല്ലൊരു രീതിയിൽ അതൊന്ന് വെന്ത് ഒന്ന് കൊഴുക്കട്ടത്. കൊഴുക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ചെറിയ പരിപാടി ഉണ്ട്. നമ്മളിപ്പോൾ അരയ്ക്കാൻ എടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക്, ഇതെല്ലാം നമ്മൾ അരച്ച് ചേർക്കും, അല്ലാണ്ട് നമ്മൾ ഈ മസാലയല്ല ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം അരയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തേക്കാം. ഓക്കെ, നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ലേശം തൈര്. അപ്പോൾ നമ്മൾ ലേശം തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് റെഡിയാവട്ടെ. ഇപ്പോഴത്തേക്ക് നമ്മുടെ മസാല അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഇനി നമ്മുടെ മുളക് അരച്ചത്, മസാലയെല്ലാം കൂടെ ചേർത്ത് അരച്ചത് ചേർക്കുകയാണേ. അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇട്ട് പിന്നെ മസാലക്കൂട്ടൊക്കെ ഇട്ട് നല്ലപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലപോലെ വെണ്ണ പോലെ വേകുന്നുണ്ട് കണ്ട. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കന് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള ചിക്കനേ ഇടുന്നുള്ളൂ. നല്ല 2-3 സെഷൻ പരിപാടി കഴിച്ചതിന് ശേഷമുള്ള ബാലൻസാണ്. ചിക്കനിൽ നല്ല നെയ്യുള്ള ചിക്കനാണ്. അപ്പം ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് സെറ്റായി വരട്ടെ. കണ്ടല്ലോ, ഞങ്ങൾ പാചകത്തിന് കല്ലുപ്പേ ചേർക്കാറുള്ളേ. അപ്പോൾ കല്ലുപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ അരി കുതിരാനിട്ടിട്ടുണ്ട്. അതിനെ എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് അരിക്കുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 2-3 പ്രാവശ്യമായിട്ട് അരി കഴുകി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 2-3 പ്രാവശ്യമെങ്കിലും 3-4 പ്രാവശ്യമെങ്കിലും കഴുകണം അല്ലെങ്കിൽ എനിക്ക് പിടിക്കത്തില്ല ഏതരിയായിരുന്നു. അതുകൊണ്ട് ഞാനതിനെ കഴുകി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിയെല്ലാം ഒരു സെറ്റായിട്ട് വന്നിട്ടാകുമ്പോഴേ നമുക്ക് ഇതിനെ അരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത്
അതിന് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് സെറ്റായി വരും. അരപ്പും എല്ലാം പിടിച്ച്. എനിക്കാണെങ്കിൽ 4-5 വെള്ളത്തിൽ അരി കഴിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഞാൻ. അതിനെപ്പോഴും പറയാറുള്ളത് കഴി അരി ഇല്ലാതാക്കുമോ എന്നൊക്കെ ചോദിക്കും എന്നോട്. ഞങ്ങൾ ചെറുമണിയൻ അരിയാണ് മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇയാളെ ഒന്ന് ഇളക്കി ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിന് പാകത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാവേ. നമ്മളതിന് പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരിളക്കിളക്കി ഈ കഷ്ണങ്ങളെല്ലാം മേലെ വരുത്തി ചോറെല്ലാം അടിയിൽ വരുത്തണം. അതൊരു ടെക്നിക്കാണ്. ഇത് നമ്മുടെ ചെന്നൈ ബായിമാർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അത് ഞാൻ അങ്ങനെ ചെയ്ത് പഠിച്ചതുകൊണ്ട് അത് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, അതിരുന്ന് വെന്ത് വരട്ടെ. ലേശം പുതിനയിൽ മല്ലിയില അതിനകത്ത് മണം കിട്ടണ്ടേ, അതിന് വേണ്ടിയേ. ഇനി അതിനകത്ത് ചേർക്കാനായിട്ട് ഇനിയൊന്നുമില്ല, അതിരുന്ന് വെന്തോളും. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അതിനെ നല്ലപോലെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി ഇതിനൊന്ന് ദമ്മടിക്കാം. ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇച്ചിരി കനൽ ഒരുമാതിരി ആയതിനു ശേഷം പിന്നെ നമ്മൾ അത് തീയിട്ടിട്ടില്ല കേട്ടോ. അത് ചേട്ടൻ മോൻ തട്ടിയിട്ടത് അരി. ഞാൻ കണ്ടെങ്കിൽ അത് പോവോ? ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു 10-15 മിനിറ്റ്. അപ്പോൾ നമ്മളുടെ ദം പൊട്ടിക്കാൻ സമയമായി. കല്ലെടുത്ത കൈ പൊള്ളുമെന്ന്. അബേ. അപ്പോൾ നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് പൊട്ടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ ഒരു പരിപാടിയുണ്ട്, എന്തെടുത്താലും അടുപ്പിന് കൊടുക്കും. ഇതൊരു ശീലമാണ്. അപ്പോൾ ഒരു പീസും ഇച്ചിരി ചോറും കൂടെ നമ്മുടെ പ്ലേറ്റിലേക്കിടാം. നമ്മുടെ ടെസ്റ്ററിൽ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എൻ്റെ പുത്രൻ മാനമായിട്ട് അവിടെ ഇരുന്ന് പിന്നെ എന്തുവാ അരിയെടുത്ത് അങ്ങ് പൊത്തനെ അങ്ങ് തറയിട്ട് 4 വശത്തു നിന്നും തെറിച്ചൊരു പോക്കങ്ങ് പോയി അരി. ഞാൻ വിചാരിച്ചു അരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ബിരിയാണി വെള്ളത്തിലുമായി എന്ന്. അതൊന്നും നമുക്കറിയണ്ട. എടാ ചൂടാ, ഇപ്പോൾ പൊട്ടിച്ചതേ ഉള്ളു ദമ്മ്. കുറേശ്ശെ ഊതി എടുത്ത് കഴിക്കുക. എടുക്കാൻ പറ്റുന്നില്ലല്ലേ? ചിരിയെങ്കിലും കിട്ടിയല്ലേ, അത് വെച്ച് കഴിക്കുക. പുളിയായ വെറുതെ കൊള്ളാം. അടിപൊളിയായില്ലേ? ചൂടാ ആറാതെ അത് തിന്നാൻ വായെല്ലാം പൊള്ളും മിക്കവാറും. പൊളിയായില്ലേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് അരി എടുത്ത് തറയിലിട്ട് കളഞ്ഞടാ അരി. ബിരിയാണി എല്ലാം വെള്ളത്തിലായെന്നാണ് ഞാൻ കരുതിയ. കഷ്ണമൊക്കെ നല്ല വെന്തില്ലേ?
ഓക്കെ, പതുക്കെ തിന്നു നീ, കൈ പൊള്ളിക്കാണ്ട്. ഇച്ചിരി നേരം ക്ഷമിക്കും, ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നില്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.